general plane motion, or it is also called as GP, general plane motion. മോഷൻ മൂന്ന് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് ട്രാൻസ്ലേഷൻ, രണ്ടാമത്തേത് റൊട്ടേഷൻ, മൂന്നാമത്തേത് ജനറൽ പ്ലെയിൻ മോഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഓബ്ജക്റ്റിന്റെ എല്ലാ എലമെന്റ്സും അല്ലെങ്കിൽ ഓരോ പോയിന്റ്സും പാരലൽ പാത്തിൽ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ട്രാൻസ്ലേഷൻ എന്ന് പറയും. കോൺസെൻട്രിക് സർക്കിൾസിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് റൊട്ടേഷൻ എന്ന് പറയും. ഇതിന് രണ്ടിന്റെയും കൂടെ, അതായത് ട്രാൻസ്ലേഷന്റെയും റൊട്ടേഷന്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന മോഷനാണ് ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GP എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ സ്റ്റഡി ചെയ്യാനായിട്ട് നമുക്ക് ഇക്വേഷൻസ് നമുക്കറിയാം. V = U + AT, S = UT + ½ AT², V² = U² + 2AS. ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. അതുപോലെ റൊട്ടേഷൻ ആണെങ്കിൽ ω = ω0 + α t, θ = ω0t + ½ α t², ω² = ω0² + 2 α θ. Then to relate these two, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് S = r θ, V = r ω, and A = r α. ഇതുപോലെ ഈ ജനറൽ പ്ലെയിൻ മോഷൻ സ്റ്റഡി ചെയ്യാനായിട്ടും നമുക്ക് ഒന്ന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് സീറോ വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് സീറോ വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് സീറോ വെലോസിറ്റി, അല്ലെങ്കിൽ ഇതിന് സിംപ്ലി ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്നും പറയാം. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് സീറോ വെലോസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയാം. ആ ടേം അല്ലെങ്കിൽ ഈ ഹെഡിങ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ടേം. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ മാത്രമുള്ള സാധനമാണ് ഒന്ന്. രണ്ടാമത്, വെലോസിറ്റി സീറോയാണ്. വെലോസിറ്റി സീറോയാണ്. അപ്പോൾ ഈ ജനറൽ പ്ലെയിൻ മോഷനിലുള്ള ഒരു ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനകത്ത് ആ ബോഡിക്ക് ട്രാൻസ്ലേഷനും റൊട്ടേഷനും ഒരേ സമയത്ത് ഉണ്ടാവും. രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാവും. അതിനാണ് ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് സ്റ്റഡി ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റൊട്ടേഷനും ട്രാൻസ്ലേഷനും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുക എന്ന് പറയും. അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് സീറോ വെലോസിറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സേ ഒരു ഓബ്ജക്റ്റ് AB എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പൊസിഷനിൽ A', B' എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് വരുമെന്ന് വിചാരിച്ചു. ലൈക്ക് ദിസ്. ഇങ്ങനെ വരുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഓബ്ജക്റ്റിനെ നമുക്ക് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യാം. ഈ ഓബ്ജക്റ്റിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യാം. സേ എബൌട്ട് ദിസ് പോയിന്റ്, അല്ലെങ്കിൽ വേറെ ഒരു ഔട്ട്സൈഡ് ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ഇത് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇതിന് രണ്ടും ഉണ്ട്. കാരണം ഇത് ജനറൽ പ്ലെയിൻ മോഷൻ ആണ്. ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷനും ഉണ്ടാവും, ട്രാൻസ്ലേഷനും ഉണ്ടാവും. രണ്ട് സൈമിൾട്ടേനിയസ് ആയിരിക്കും. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ അസ്യൂം ചെയ്യാം. എങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റും? ഇതിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യാം. ഇറ്റ് ഈസ് ഹാവിങ് ഓൺലി റൊട്ടേഷൻ. എപ്പോഴാ? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ. അടുത്ത ഇൻസ്റ്റന്റിൽ അതിന്റെ പൊസിഷൻ വേറെ ആയിരിക്കും. അന്നേരം നമുക്കത് റൊട്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ പോയിന്റ് എബൌട്ട് വിച്ച് എ ബോഡി ഇൻ ജനറൽ പ്ലെയിൻ മോഷൻ ഈസ് അസ്യൂംഡ് ടു ബി റൊട്ടേറ്റിംഗ് ഓൺലി. എന്താണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് എ ബോഡി ഇൻ ജനറൽ പ്ലെയിൻ മോഷൻ എബൌട്ട് വിച്ച് that body is assumed to be rotating only.
അപ്പോൾ ഇതിനകത്ത് 2-3 കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ പോയിന്റ് about which the body is assumed to be rotating. രണ്ടാമത്തേത്, it is in, അല്ലെങ്കിൽ we can start from the if a body in general plane motion, അപ്പോൾ ബോഡി ജനറൽ പ്ലെയിൻ മോഷനിലാണ്. രണ്ടാമത്, a body in general plane motion is assumed to be rotating. It is only rotating. There is no translation. Even though there is translation, we are assuming that it is only rotating. Then, body in general plane motion is assumed to be rotating about a point at a particular instant. At an instant. Then ആ പോയിന്റിനാണ് എന്ത് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഐ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? എ ബോഡി ഇൻ ജനറൽ പ്ലെയിൻ മോഷൻ ഈസ് അസ്യൂംഡ് ടു ബി ഓൺലി റൊട്ടേറ്റിംഗ് about a point at an instant, and that point is called as instantaneous center of zero velocity. അതിന് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് സീറോ വെലോസിറ്റി എന്ന് പറയാൻ കാരണം ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ അതിന് വെലോസിറ്റി ഉണ്ടാവില്ല, ആ പോയിന്റിന് വെലോസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് സീറോ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് സിംപ്ലി കോൾഡ് ആസ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ, ആൻഡ് ക്യാപിറ്റൽ ഐ ഈസ് ദി നൊട്ടേഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് എ ബോഡി ഇൻ ജനറൽ പ്ലെയിൻ മോഷൻ. അപ്പോൾ ഈ 4 പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്നാണുള്ളത് ഓക്കെയാണ്. So body is in general plane motion. It is having only, or we are assuming that it is only rotation, and that should be specified. It is an assumption. Actually, it is having both translation and rotation, but we are assuming that at that particular instant, about a point, the body is only rotating. And that point about which it is assumed to be rotating is called as instantaneous center of zero velocity. എന്തുകൊണ്ടാണ് സീറോ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. Say for example, ഒരു കാറിന്റെ ടയർ റോഡിലൂടെ റോൾ ചെയ്ത് പോകുമെന്ന് വിചാരിച്ചു. സപ്പോസ് ഇങ്ങനെ റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ്, അതായത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്താൽ ആ പോയിന്റ് ആ ടച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ മോഷൻ ഉണ്ടാവില്ല, അതിന് മൂവ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പോയിന്റ് ആയിരിക്കും ഈ ടയറിനെ സംബന്ധിച്ചിടത്തോളം ആ പർട്ടിക്കുലർ ടൈമിലുള്ള ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയുന്നത്. കാരണം ഇത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റോളിംഗ് എന്നല്ല പറയുക, ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്കിഡിങ്. ഇത് സ്കിഡ് ചെയ്ത് പോകായിരിക്കും, ഇത് റൊട്ടേറ്റ് ചെയ്യാതെ മൂവ് ചെയ്യുന്നതിനാണ് സ്കിഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്കിഡിങ് ആണ്, അപ്പോൾ അല്ലെങ്കിൽ സ്ലിപ്പിംഗ്. റൊട്ടേഷൻ നടക്കണമെങ്കിൽ ഈ ഒരു പോയിന്റ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ. അടുത്ത സെക്കൻഡിൽ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും, അടുത്ത സെക്കൻഡിൽ ഈ പോയിന്റ് ആയിരിക്കും, അടുത്തതിൽ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഓരോരോ പോയിന്റ് മാറി വന്നുകൊണ്ടിരിക്കും. ലൈവ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സി ഡി നിങ്ങൾക്ക് കാണാം. ഒരു സി ഡി ഒരു ഹൊറിസോണ്ടൽ റോഡിലൂടെ മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടുന്ന് നൗ ഈ പോയിന്റ് ആണ് ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്നത്. ഇത് റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഓരോ പോയിന്റ് മാറി ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഇങ്ങനെ ലൈക്ക് ദിസ്, ഇങ്ങനെ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ഒരു സെക്കൻഡിലാണ് ആ ഒരൊറ്റ ഇൻസ്റ്റന്റിലായി പറയുന്നത്. ആ ഒരൊറ്റ ഇൻസ്റ്റന്റിൽ ഇതിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യാം. അടുത്ത സെക്കൻഡിൽ അടുത്ത പോയിന്റ് വന്നു, ആ പോയിന്റിനായിട്ട് റൊട്ടേഷൻ വരിക. അതുപോലെ ഓരോന്ന് ഇതിങ്ങനെ ഇങ്ങോട്ടാണ് ഇവിടെ വെച്ചിട്ട് റോഡ് തീർന്നു പോവുകയാണെങ്കിൽ
ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്നു, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യായിരിക്കും ചെയ്യുക. സി ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് എബൌട്ട് ദിസ് പോയിന്റ്. അതാണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് സീറോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിനകത്ത് മൂന്ന് പോയിന്റ്സ് വരണം, 4 പോയിന്റ്സ് വരണം. ഒന്ന്, ആ ബോഡി ജനറൽ പ്ലെയിൻ മോഷനിലായിരിക്കണം, അതായത് റൊട്ടേഷനും ട്രാൻസ്ലേഷനും സൈമിൾട്ടേനിയസ്ലി ഉള്ളൊരു മോഷൻ ആയിരിക്കണം. രണ്ടാമത്, അതൊരു അസംഷൻ ആണ്. മൂന്നാമത്, റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ അസംഷൻ. നാലാമത്, ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലായിരിക്കും. ഇനി നമുക്ക് പറയാവുന്ന ഒരു അഡീഷണൽ സാധനമാണ് വെലോസിറ്റി ഓഫ് ദാറ്റ് പോയിന്റ് വിൽ ബി സീറോ. വെലോസിറ്റി ഓഫ് ദാറ്റ് പോയിന്റ് വിൽ ബി സീറോ. അത് സി ഡി വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു പോയിന്റിന്റെ ആ പോയിന്റ് മൂവ് ചെയ്യുന്നില്ല, അത് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. സോ നോ ട്രാൻസ്ലേഷൻ. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന് വെലോസിറ്റിയേ ഇല്ല, നോ വെലോസിറ്റി അറ്റ് ഓൾ. സോ ഇറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് സീറോ വെലോസിറ്റി. ഇനി ഇതെങ്ങനെ നമുക്കൊരു ഇൻസ്റ്റന്റേനിയസ് സെന്റർ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഒരു കേസ്. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് 1-2 മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു ഓബ്ജക്റ്റ് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാന്ന് വിചാരിക്കുക. ട്രാൻസ്ലേഷൻ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം റൊട്ടേഷൻ ഉണ്ട്. ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ സേ AB ആണ് ഇനീഷ്യൽ പൊസിഷൻ, A1 B1 ആണ് ഫൈനൽ പൊസിഷൻ എങ്കിൽ ഈ രണ്ട് ഫൈനൽ പൊസിഷൻ തമ്മിൽ A1 തമ്മിൽ കണക്ട് ചെയ്യുക, B1 തമ്മിൽ കണക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിന്റെ A1ന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, B1ന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. വേറെ കളറിൽ വരയ്ക്കാൻ മനസ്സിലാവാൻ പറ്റുന്നത്. A1, it is A1 B1. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും, അത് നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യും. എന്നിട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, അതുപോലെ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എന്നിട്ട് extend these perpendicular bisectors like this. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും I. ഓക്കെ, അപ്പോൾ സേ PQ and RS be the perpendicular bisectors of A1 and B1 respectively. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, അതുപോലെ ഇതിന് രണ്ടിനെ ഈക്വൽ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം, ബൈസെക്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഓക്കെ, ഇനി ഇൻസ്റ്റന്റേനിയസ് സെന്റർ നമുക്ക് അറിയാമെങ്കിൽ ഈ ഓബ്ജക്റ്റിന്റെ ഏത് പോയിന്റിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കാരണം ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റന്റിൽ ഇത് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഈ പോയിന്റ് വെച്ച് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യാണ്, എന്ന് വെച്ചാൽ ഓരോ പോയിന്റും ഓരോ കോൺസെൻട്രിക് സർക്കിളിൽ കൂടെ മൂവ് ചെയ്യായിരിക്കും. സോ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ A എന്ന് പറഞ്ഞ പോയിന്റ് എടുത്താൽ ദിസ് വിൽ ബി മൂവിങ് അലോങ് എ സർക്കിൾ ലൈക്ക് ദിസ്. B എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി മൂവിങ് അലോങ് എ സർക്കിൾ ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സേ IB, IA, IB, IA എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ VB എന്ന് പറഞ്ഞ ബിയുടെ വെലോസിറ്റി, B എന്ന് പറഞ്ഞ പോയിന്റിന്റെ വെലോസിറ്റി IBക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. Is proportional to IB, or V, it is not IB,
velocity of point B, VB is proportional to IB. അതുപോലെ velocity of A is proportional to IA, where IB is the distance from I to the point B, IA is the distance from I to point A. So VB is proportional to IB, VA is proportional to IA, or this can be written as VB is equal to ഈ VB is proportional to IB എന്നുള്ള റിലേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? VB is as an equation നമുക്ക് എഴുതാം VB is equal to omega into IB. അതുപോലെ VA equal to omega into IA, where omega is the angular velocity of the body at that instant. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു, അസ്യൂം ചെയ്തു. അപ്പോൾ അതിന്റെ ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ. അപ്പോൾ VB is equal to omega into IB and VA is equal to omega into IA. ഈ പറഞ്ഞ കൺസെപ്റ്റിന് നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഒരു പിസ്റ്റൺ സിലിണ്ടർ മെക്കാനിസം, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസിലൊക്കെ യൂസ് ചെയ്യുന്ന പിസ്റ്റൺ സിലിണ്ടർ കണക്റ്റിംഗ് റോഡ് ക്രാങ്ക് മെക്കാനിസത്തിൽ യൂസ് ചെയ്യുന്ന അതിന്റെ സ്പീഡ് ഇത് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണിത്. VB is equal to omega into IB എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് ഈ ഇൻസ്റ്റന്റേനിയസ് സെന്ററിന് നമുക്ക് 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മളത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടും അതുപോലെ വേറെ ഓരോരോ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി 1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് എനി പോയിന്റ് ഓൺ എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദി ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആൻഡ് ഈസ് ഈക്വൽ ടു ദി ആംഗുലർ വെലോസിറ്റി ടൈംസ് ദി ഡിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു velocity, the magnitude of velocity of any point on a body is proportional to its distance from the instantaneous center and is equal to, say VA is proportional to IA, VB is proportional to IB, or VC is proportional to IC, etc. So this can be written as VA equal to omega into IA. Similarly, VB is equal to omega into IB and VC equal to omega into IC. Okay. അപ്പോൾ ഒരു പോയിന്റിന്റെ ആംഗുലർ വെലോസിറ്റി അറിയാമെങ്കിൽ അതിന്റെ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാം. ലീനിയർ വെലോസിറ്റി അറിയാമെങ്കിൽ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഒരു ബോഡി ജനറൽ പ്ലെയിൻ മോഷൻ ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, the second one is direction of velocity of any point on a body is, direction of velocity of any point on a body is perpendicular to the line joining that point and the instantaneous center. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻസ്റ്റന്റേനിയസ് സെന്ററിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോഡി ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഇത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഡിസ്റ്റൻസ്, I let be A. അപ്പോൾ ഈ പോയിന്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് ആൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഇത് VA എന്ന് പറയുന്നത് will be perpendicular to the line joining because it is a pure rotation at that particular instant. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് റേഡിയസ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബിക്കോസ് ദ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് I, അപ്പോൾ ദിസ് വിൽ ബി ദ റേഡിയസ്. സോ ദി വെലോസിറ്റി ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് ഓഫ് ദി റൊട്ടേഷൻ. Okay, so it is perpendicular to this velocity. The direction of velocity will be perpendicular to this line. അല്ലെങ്കിൽ in other words we can say velocity of this point will be perpendicular to the line joining IA. രണ്ട് തിരിച്ചങ്ങോട്ടും പറയാം. രണ്ട് പ്രോപ്പർട്ടി ഉള്ളത്. ഒന്ന് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് VA is equal to omega into IA and the direction will be perpendicular to the line joining the point and instantaneous center. അല്ലെങ്കിൽ തിരിച്ചു പറയാം, the velocity will be perpendicular to
or this line will be perpendicular to the velocity. Okay. Say അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്റ്റിംഗ് റോഡ് പിസ്റ്റൺ മെക്കാനിസം പറയുകയാണെങ്കിൽ this is the crank, say OA, rotating about this point. This is the connecting rod. This is the piston connected to the connecting rod. This is the cylinder in which the piston is moving to and fro. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും to and fro മോഷൻ ആയിരിക്കും പിസ്റ്റൺ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ ക്രാങ്കിന്റെ മോഷൻ എന്ന് പറയുന്നത് റൊട്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ക്രാങ്ക് ഇതാണ്, കണക്റ്റിംഗ് റോഡ് ഇതാണ്, ഇത് ക്രാങ്ക്, ഇത് കണക്റ്റിംഗ് റോഡ്. Okay, this is piston and this is cylinder. ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഈ കണക്റ്റിംഗ് റോഡിന് എന്ത് ടൈപ്പ് മോഷൻ ആയിരിക്കും? ഈ പോയിന്റ് റൊട്ടേഷൻ, ഫുൾ കംപ്ലീറ്റ് പ്യുവർ റൊട്ടേഷൻ ആയിരിക്കും. ഈ പോയിന്റ് പ്യുവർ ട്രാൻസ്ലേഷൻ ആയിരിക്കും. കാരണം ടു ആൻഡ് ഫ്രോ ഇങ്ങനത്തെ മോഷൻ ആയിരിക്കും. ഏതിന്? ഈ പോയിന്റ് സേ എ ബി. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിന് പ്യുവർ ട്രാൻസ്ലേഷൻ ആയിരിക്കും. എ എന്ന് പറഞ്ഞ പോയിന്റ് പ്യുവർ റൊട്ടേഷൻ ആയിരിക്കും. ഇതിനിടയ്ക്കുള്ള പോയിന്റ്സിന് എന്തായിരിക്കും? സെയിം ടൈം സൈമൾട്ടേനിയസ്ലി ട്രാൻസ്ലേഷൻ ഉണ്ടാവും, റൊട്ടേഷൻ ഉണ്ടാവും, ട്രാൻസ്ലേഷൻ ഉണ്ടാവും, റൊട്ടേഷൻ ഉണ്ടാവും, ഓർ ഇറ്റ് ഈസ് ഇൻ ജനറൽ പ്ലെയിൻ മോഷൻ. ഇപ്പൊ ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഇപ്പൊ ഈ പൊസിഷൻ സേ തീറ്റ ആംഗിൾ, ഇവിടെ തീറ്റ ആംഗിൾ വരുന്ന അല്ലെങ്കിൽ ഇവിടെ ഒരു ആൽഫ ആംഗിൾ വരുന്ന സമയത്ത് ഈ ആൽഫയ്ക്ക് 30 ഡിഗ്രിന്നോ അല്ലെങ്കിൽ തീറ്റയ്ക്ക് 30 ഡിഗ്രിന്നോ അല്ലെങ്കിൽ ഇതിന് 10 ഡിഗ്രിന്നോ 20 ഡിഗ്രിന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ആ പർട്ടിക്കുലർ ടൈമിൽ ഇതിന്റെ ഈ ഇൻസ്റ്റന്റേനിയസ് സെന്റർ, അതായത് ഈ പറഞ്ഞ കണക്റ്റിംഗ് റോഡിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ കണ്ടുപിടിക്കണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാണ് നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുക. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ഈ പോയിന്റിന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ? അത് നമ്മൾ പറഞ്ഞ സെക്കൻഡ് പ്രോപ്പർട്ടി. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ജോയിനിങ് ദീസ് ടു. ഇതിന്റെ വെലോസിറ്റി നമുക്ക് ഇതിനകത്ത് നമുക്കറിയാം ഇത് റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ ആണെങ്കിൽ റൊട്ടേഷനിലുള്ള ഒരു പോയിന്റിന്റെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും. സേ വി എ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, കമ്പൽസറി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇവിടെയോ ഇതിന്റെ മോഷൻ ഇങ്ങനെയായിരിക്കും അല്ലെ? ഈ പോയിന്റിന്റെ മോഷൻ ടു ആൻഡ് ഫ്രോ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് മൂവ് ചെയ്യുന്നത്, വി ബി. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ത്? ഈ ലൈൻ ജോയിനിങ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആൻഡ് ദിസ് പോയിന്റ്. ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ. ഇതിന്റെ വെലോസിറ്റി നമുക്കറിയാം ഇങ്ങോട്ടേ മൂവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഇങ്ങോട്ടേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇതിനെങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കും? നേരെ ഇങ്ങനെ വരയ്ക്കും പെർപെൻഡിക്കുലർ. ഓക്കെ, അതുപോലെ ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇത് രണ്ടും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഐ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ അറിയാവുന്നത്. ഓക്കെ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ കണ്ടുപിടിക്കാം. ഇൻസ്റ്റന്റേനിയസ് സെന്റർ അറിയാമെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റി എങ്ങോട്ടാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഒരു ലാഡർ അല്ലെങ്കിൽ ഒരു ലാഡർ ഇരിക്കുന്നു. ഇത് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടേ മൂവ് ചെയ്യുള്ളൂ നമുക്കറിയാം, ഇത് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടേ മൂവ് ചെയ്യുള്ളൂ നമുക്കറിയാം, ഈ പോയിന്റ്. അപ്പോൾ ഇതിന്റെ പൊസിഷൻ നമുക്ക് ഇതുപോലെ ഐ കണ്ടുപിടിക്കാൻ പറ്റും, ഐ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഐ അറിയാമെങ്കിൽ നമുക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു റോളിംഗ് വീൽ ഡെഫിനറ്റ്ലി ഇതായിരിക്കണം ഐ എന്ന് പറയുന്നത്. അപ്പം ഈ പോയിന്റ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക, പെർപെൻഡിക്കുലർ, ഇതായിരിക്കും വെലോസിറ്റി. അതുപോലെ ഇവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ റൊട്ടേഷൻ കൊണ്ട് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ടാവും, ഇതിന്റെ മോഷൻ കൊണ്ട് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ട്, രണ്ടും വി തന്നെയായിരിക്കും. അപ്പോൾ ഇത് പ്ലസ് വി ആണ്, മൈനസ് വി ആണെങ്കിൽ ഇത് പ്ലസ് വി ആയിരിക്കും. സോ ടോട്ടൽ വിൽ ബി 0. അതാണ്
ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് സീറോ വെലോസിറ്റി എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ടോപ്പിക്കിൽ കാണാം നമുക്ക്. സോ ഇൻസ്റ്റന്റേനിയസ് സെന്റർ രണ്ട് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് എനി പോയിന്റ് ഓൺ എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദി ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആൻഡ് ഈസ് ഈക്വൽ ടു ദി ആംഗുലർ വെലോസിറ്റി ടൈംസ് ദി ഡിസ്റ്റൻസ്. അതായത് VA is equal to omega into IA, or VB is equal to omega into IB, where omega is the angular velocity at that particular instant. Then the direction of velocity of any point on a body is perpendicular to the line joining that point and the instantaneous center. Instantaneous സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ കണ്ടുപിടിക്കാം. ഇൻസ്റ്റന്റേനിയസ് സെന്റർ അറിയാമെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കാണാം. ഇവൻച്വലി നമുക്ക് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും.